ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പഠിക്കുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ വർക്കിംഗ് ക്യാപിറ്റൽ അനാലിസിസിലെ എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. ആ പ്രോബ്ലമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്താ? ദ ക്യാപിറ്റൽ നീഡഡ് ടു മീറ്റ് ദ ഡേ ടു ഡേ അഫയേഴ്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ അഫയേഴ്സ് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റലിന് രണ്ട് കോൺസെപ്റ്റാണ്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി നെറ്റ് കോൺസെപ്റ്റിൽ പറയുന്നത് എന്താ? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ അതാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ആദ്യം തന്നെ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന ഐറ്റം കറണ്ട് അസറ്റാണ്. അപ്പോൾ കറണ്ട് അസറ്റിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഇൻവെൻട്രീസ്, ക്യാഷ് ബാലൻസും വരുന്നുണ്ട്. അപ്പോൾ ക്യാഷ് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും, അത് നേരിട്ടെടുത്ത് എഴുതാം. അതേപോലെ ഇൻവെൻട്രിയിൽ റോ മെറ്റീരിയലും വർക്കിംഗ് പ്രോഗ്രസ്സും ഫിനിഷ്ഡ് ഗുഡ്സും തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് മൂന്നും കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. പിന്നെ ബിൽസ് റെസീവബിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ ഡെപ്റ്റേഴ്സ്, ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് അസറ്റ് കിട്ടും. അപ്പോൾ ആ ഐറ്റംസ് എല്ലാവരും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ അത് നമുക്ക് കിട്ടും. അതിൽ നിന്ന് ലയബിലിറ്റി ഇതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സും ഫോർ പർച്ചേസ് വരും. പിന്നെ വേജസിന് ക്രെഡിറ്റേഴ്സ്, അതായത് വേജസ് കൊടുക്കാനുണ്ടെങ്കിൽ അതും ബാധ്യതയാണല്ലോ നമ്മുടെ. ഇനി ഓവർ ഹെഡ് എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ബാധ്യതയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസും കൂടി ഇതിനകത്ത് വരും. അപ്പോൾ അത് കറണ്ട് ലയബിലിറ്റി ആണ്. എന്നിട്ട് അത് ടോട്ടൽ ചെയ്യുക. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ഇനി ഒന്നുകൂടി ഞാനത് ആവർത്തിച്ച് പറയാം. കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി, ഇത് രണ്ടുമാണ് എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്നത്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി കറണ്ട് അസറ്റിൽ എന്തൊക്കെ വരും? ക്യാഷ് വരും, ഇൻവെൻട്രി വരും, ഡെപ്റ്റർ വരും, ബിൽസ് റെസീവബിൾ വരും. ഇനി ഇൻവെൻട്രി തന്നെ 3 ഹെഡായിട്ടാണ് വരാറ് മിക്കവാറും തന്നെ പ്രോബ്ലത്തിൽ. റോ മെറ്റീരിയൽ, വർക്കിംഗ് പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്. അങ്ങനെ ഈ അസറ്റുകളെല്ലാം ടോട്ടൽ ചെയ്യുമ്പോൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, ഈ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ കിട്ടും. അതിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കണം. ഇവിടെ കറണ്ട് ലയബിലിറ്റി പറയുന്നത് ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസ്, ക്രെഡിറ്റേഴ്സ് ഫോർ വേജസ്, അതായത് വേജസ് കൊടുക്കാനുണ്ട്, ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസ്, എന്തെങ്കിലും ബാധ്യതകൾ നമ്മൾ കൊടുക്കാനുണ്ട്, അതാണ് ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസ് ഓർ ഓവർ ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും ലയബിലിറ്റികൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ലയബിലിറ്റി കിട്ടും. ടോട്ടൽ കറണ്ട് അസറ്റിൽ നിന്ന് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫോളോയിങ് ഇൻഫർമേഷൻ ഹാസ് ബീൻ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ റെക്കോർഡ്സ് ഓഫ് എ കമ്പനി. പ്രൊഡക്റ്റ് കോസ്റ്റ് ഷീറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. റോ മെറ്റീരിയൽ 45, ഡയറക്റ്റ് ലേബർ 20, ഓവർ ഹെഡ് 40, അങ്ങനെ ടോട്ടൽ കോസ്റ്റ് 105. ഇനി പ്രോഫിറ്റ് 15, സെല്ലിംഗ് പ്രൈസ് 120. അപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, നോക്കാം. റോ മെറ്റീരിയൽസ് ആർ ഇൻ സ്റ്റോക്ക് ഓൺ ആൻ ആവറേജ് ഓഫ് 2 months. റോ മെറ്റീരിയൽ 2 മാസമാണ് സ്റ്റോക്കിലിരിക്കുന്നത്. ദെൻ മെറ്റീരിയൽസ് ആർ ഇൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് പ്രോഗ്രസ് ഓൺ ആൻ ആവറേജ് ഫോർ 4 weeks, 4 ആഴ്ച വരെയാണ്. ഡിഗ്രി ഓഫ് കംപ്ലീഷൻ, അതായത് മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, 50% കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വർക്കിംഗ് പ്രോഗ്രസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെ 50% കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ് ആവറേജ് ഈസ് ഫോർ 1 month. ടൈം ലാഗ് ഇൻ പേയ്മെൻറ്റ് ഓഫ് വേജസും ഓവർഹെഡും, വേജസിൻ്റെ ഓവർഹെഡിൻ്റെ ടൈം ലാഗ് 1.5 weeks. ടൈം ലാഗ് ഇൻ റെസീപ്റ്റ് ഓഫ് പ്രൊസീഡ്സ് ഫ്രം ഡെപ്റ്റേഴ്സിന് 2 മാസമാണ്. ക്രെഡിറ്റ് അലൗഡ് ടു സപ്ലയർ ആരാണ്? ക്രെഡിറ്ററിന് 1 മാസമാണ് ടൈം പീരീഡ് കൊടുക്കുന്നത്. 20% ഓഫ് ഔട്ട്പുട്ട് ഈസ് സോൾഡ് അഗെൻസ്റ്റ് ക്യാഷ്. അപ്പോൾ 20% നമ്മൾ ക്യാഷിന് വിൽക്കുന്നുള്ളൂ, ബാക്കി 80% നമ്മൾ എന്തിനാണ് വിൽക്കുന്നത്? കടമായിട്ടാണ് വിൽക്കുന്നത്. ദ കമ്പനി എക്സ്പെക്ട് ടു കീപ് ക്യാഷ് ബാലൻസ് 1 lakh, ടേക്ക് 52 weeks per annum, അതായത് ഒരു വർഷം 52 ആഴ്ച എന്നുള്ള രീതിയിൽ എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഇതിനകത്ത് കുറച്ച് മന്തിലും തന്നിട്ടുണ്ട്, കുറച്ച് വീക്സിലും തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ വീക്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മന്തിൽ കാൽക്കുലേറ്റ് ചെയ്യുക.
ചില പ്രോബ്ലങ്ങളിൽ രണ്ടും മിക്സ് ആയിട്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. ഇവിടെ ടോട്ടൽ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് 1,44,000 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ്. നമുക്കറിയാം കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുന്നതാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാൽക്കുലേഷനിലേക്ക് പോകാം. ആദ്യം തന്നെ കറണ്ട് അസറ്റിൽ ഫസ്റ്റ് എടുക്കേണ്ട ഐറ്റം എന്താണ്? സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ എത്രയാണെന്ന് ഒന്നും നമുക്ക് പ്രത്യേകിച്ച് തന്നിട്ടില്ല. നമുക്ക് തന്നേക്കുന്നത് എന്താണ്? 45 റോ മെറ്റീരിയലിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നേക്കുന്നത് എന്താണ്? ടോട്ടൽ യൂണിറ്റ് മാനുഫാക്ചേർഡ് 1,44,000. ഇത് രണ്ടുമാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. 1,44,000 ഇൻറ്റു 45 റോ മെറ്റീരിയലിൻ്റെ എമൗണ്ട് ഇൻറ്റു എത്ര മാസമാണ് റോ മെറ്റീരിയൽ നമ്മുടെ കയ്യിലിരിക്കണമെന്ന് പറഞ്ഞേക്കുന്നത്? 2 months. അപ്പോൾ 2/12. എത്ര നാളാണോ കയ്യിലുള്ളത് ആ സമയം വരെയുള്ള വാല്യൂ നമുക്കിവിടെ എഴുതാൻ പറ്റുള്ളൂ. 1,44,000 ഇൻറ്റു 45 ഇൻറ്റു 2/12 10,80,000. അടുത്തത് വർക്ക് ഇൻ പ്രോഗ്രസ്. എന്തായാലും ഈ കറണ്ട് അസറ്റിൽ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ റോ മെറ്റീരിയൽ വരും, വർക്ക് ഇൻ പ്രോഗ്രസ് വരും, ഫിനിഷ്ഡ് ഗുഡ്സ് വരും, പിന്നെ ഡെപ്റ്റേഴ്സ് വരും, ക്യാഷ് വരും. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്താ? വർക്ക് ഇൻ പ്രോഗ്രസ് ഇവിടെ റോ മെറ്റീരിയലിൻ്റെ മാത്രം ഡീറ്റെയിൽസേ നമ്മൾ എടുത്തുള്ളൂ. കാരണം റോ മെറ്റീരിയലിൻ്റെ മാത്രം ഡീറ്റെയിൽസ് എടുക്കാൻ കാരണം എന്താ? ഇത് മെറ്റീരിയൽ കൺസംഷൻ മാത്രമാണ് ഇവിടെ പറയുന്നത്. പക്ഷേ വർക്ക് ഇൻ പ്രോഗ്രസ് വരുമ്പോൾ ഇത് 3ഉം വരും. കാരണം എന്തുകൊണ്ടാണ് വർക്ക് ഇൻ പ്രോഗ്രസ് വരുമ്പോൾ ഇത് 3ഉം തന്നെ? വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. വർക്ക് നടക്കണതിന് നമുക്ക് റോ മെറ്റീരിയൽ വേണം, അവിടെ വർക്ക് ചെയ്യാൻ ലേബർ വേണം, പിന്നെ അവിടെ അല്ലറ ചില്ലറ മറ്റ് ചിലവുകളുണ്ടാവും. അതിനാണ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3ഉം കൂടി കൂട്ടുന്ന ഈ 3നും വന്ന ഇത് കൂട്ടുന്നതാണ് എന്ത്? വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ റോ മെറ്റീരിയൽ 1,44,000 ഇൻറ്റു 45 ഇവിടെ ചെയ്ത പോലെ തന്നെ. പക്ഷേ വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മളോട് മന്ത് എന്താണ് പറഞ്ഞേക്കുന്നത്? 1/12. കാരണം ഒരു മാസമാണ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കാലാവധി നമ്മളോട് പറഞ്ഞേക്കുന്നത്. മെറ്റീരിയൽസ് ആർ ഇൻ പ്രോസസ് ഓൺ ആൻ ആവറേജ് ഓഫ് 4 weeks. 4 weeks എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മാസം. ഞാനിവിടെ എല്ലാം മന്തിലാക്കിയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 4/52 ഇട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒരു മാസത്തെ 4 ആഴ്ച എന്ന് പറഞ്ഞാൽ ഒരു മാസമാണ്. അതറിയാലോ. 52 ആഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷമാണ്. അപ്പോൾ ഒരു മാസം എന്ന് പറഞ്ഞാൽ 4 ആഴ്ചയായിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 1/12 എടുത്തു. കാരണം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 4 weeks ആണ്. 4 weeks എന്ന് പറഞ്ഞാൽ എന്താ? 1 month. അപ്പോൾ 1,44,000 ഇൻറ്റു 45 ഇൻറ്റു 1/12 ഇൻറ്റു 50%. എന്തുകൊണ്ട് 50% വന്നേ? നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, 50% പ്രോസസ്സിൽ നിൽക്കുകയാണ്, ഇതുവരെ മുഴുവനായിട്ടില്ല. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട്, നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോയിട്ടില്ല. അപ്പോൾ 50% വർക്ക് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 50%ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. 2,70,70,000. അടുത്തത് ലേബർ 1,44,000 ഇൻറ്റു 20 ഇൻറ്റു 1/12. കാരണം 1/12 ആണ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് 1/12 ആണ്. കാരണം 1 month എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാത്തിലും 1/12 തന്നെ ചെയ്യണം. അപ്പോൾ 1,44,000 ഇൻറ്റു അതിൻ്റെ വാല്യൂ പറഞ്ഞേക്കുന്നത് 20 ആണ്. ലേബർ 20 ആണ് പറഞ്ഞേക്കണേ. 20 ഇൻറ്റു 1/12 ഇൻറ്റു 50% ആയിട്ടുള്ളൂ. അതുകൊണ്ട് 50/100. അപ്പോൾ നമുക്ക് 1,20,000 കിട്ടി. ഇനി ഓവർ ഹെഡ് ഇതുപോലെ തന്നെ ചെയ്യുക. 1,44,000 ഇൻറ്റു 40 ഇൻറ്റു 1/12 ഇൻറ്റു 50% ചെയ്തേക്കുന്നത് 2,40,000 കിട്ടി. അപ്പോൾ ടോട്ടൽ 6,30,000. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒക്കെ ഇരുന്ന് പഠിക്കാനുള്ള ടൈം ഇല്ലെങ്കിൽ ഇത് മാത്രം മൈൻഡിൽ വെക്കുക. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യുമ്പോൾ എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യുമ്പോൾ ആദ്യം കറണ്ട് അസറ്റാണ് എഴുതുക. കറണ്ട് അസറ്റ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ കീഴിൽ വന്ന ഐറ്റമാണ് സ്റ്റോക്ക് മെറ്റീരിയൽ കൺസ്യൂംഡ്. ആ മെറ്റീരിയൽ കൺസ്യൂമിൻ്റെ ഡീറ്റെയിൽസ് എഴുതി കഴിഞ്ഞാൽ അടുത്തത് വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഇത് 3ഉം വരും. അതിൻ്റെ റീസൺ എന്താണ്? വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് റോ മെറ്റീരിയൽ ആവശ്യമാണ്, ലേബർ ആവശ്യമാണ്, ഓവർ ഹെഡ് ആവശ്യമാണ്. അപ്പോൾ ഇത് 3ഉം അതിനകത്ത് വരും. അതിൻ്റെ ടോട്ടൽ വേണം നമ്മൾ ഇവിടെ എടുത്ത് എഴുതാനായിട്ട്. അടുത്തത് നമുക്ക് വരുന്നത് എന്താണ്? ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ടൈം ലാഗ് നമ്മളോട് പറഞ്ഞേക്കുന്നത് 1 month ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണം. റോ മെറ്റീരിയൽ 1,44,000 ഇൻറ്റു റോ മെറ്റീരിയലിൻ്റെ വാല്യൂ 45 ഇൻറ്റു ഇവിടെയും നമ്മളോട് ടൈം ലാഗ് പറഞ്ഞേക്കുന്നത് എന്ത് തന്നെയാണ്? 1 month തന്നെയാണ്. അപ്പോൾ 1/12 ചെയ്യുക. അപ്പോൾ 5,40,000 കിട്ടും. ഇനി ലേബർ 1,44,000 ഇൻറ്റു 20 ഇൻറ്റു 1/12 ചെയ്യുക. അപ്പോൾ 2,40,000 കിട്ടും. അടുത്തത് ഓവർ ഹെഡ് 1,44,000 ഇൻറ്റു 40 ഇൻറ്റു 1/12 ചെയ്യുക.
അപ്പോൾ നമുക്ക് 4,80,000 കിട്ടും. എന്നിട്ട് ഇത് മൂന്നും കൂടി നമ്മൾ ടോട്ടൽ ചെയ്യുക. ഏത് 5,40,000, 2,40,000, 4,80,000. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ടോട്ടൽ 12,60,000 കിട്ടും. അടുത്തതിനകത്ത് തന്നെ ഐറ്റമാണ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ ടൈം ലാഗ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2 months ആണ്. ഡെപ്റ്റേഴ്സിൻ്റെ ടൈം ലാഗ് 2 months ആണ്. പിന്നെ ഒരു ഇൻഫർമേഷനും കൂടി ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 20% ഓഫ് ദ ഔട്ട്പുട്ട് ഈ സോൾഡ് അഗെയിൻസ്റ്റ് ക്യാഷ്. അപ്പോൾ എപ്പോഴാണ് ഈ ഡെപ്റ്റേഴ്സ് വന്നത്? കടമായിട്ട് നമ്മൾ വിൽക്കുമ്പോൾ ആണ് ഡെപ്റ്റേഴ്സ് വന്നത്. നമുക്ക് പൈസ തരാനുള്ളവരാണ് ഡെപ്റ്റേഴ്സ്. കടമായിട്ട് വിൽക്കുമ്പോഴാണ് ഡെപ്റ്റേഴ്സ് വന്നത്. അപ്പോൾ 20% നമ്മൾ ക്യാഷ് വിൽക്കുന്നത്, ബാക്കി 80% കടമായിട്ടാണ് വിൽക്കണേ. അപ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? 1,44,000 ഇൻറ്റു 120. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? സെയിലിംഗ് പ്രൈസ് 120 തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റു 120 മൊത്തം വിൽപ്പന ഇൻറ്റു 2/12 അതിന് തന്നിരിക്കുന്ന മാസം ഇൻറ്റു 80%. കാരണം 20% ക്യാഷിനാണ് വിൽക്കണേ. അപ്പോൾ 80% കടമായിട്ട് പോവുള്ളൂ. കടത്തിന് വിൽക്കുമ്പോഴാണ് ആര് വരുന്നത്? ഡെപ്റ്റേഴ്സ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് 23,04,000. ഇനി ക്യാഷ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് 1,00,000 രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്യാഷും കൂടി എഴുതുക. എന്നിട്ട് എല്ലാവരും കൂടി ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് 53,74,000 കിട്ടും. കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ. ലയബിലിറ്റി. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ കിട്ടി. ഇനി കറണ്ട് ലയബിലിറ്റി നമുക്ക് എന്താണ് ആദ്യം പറഞ്ഞേക്കണേ? ക്രെഡിറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. ക്രെഡിറ്റേഴ്സ് എത്ര മാസമാണ് പറഞ്ഞേക്കുന്നത്? 1 month തന്നെയാണ് ക്രെഡിറ്റേഴ്സിൻ്റെയും കാലാവധി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സപ്ലയേഴ്സിന് കൊടുക്കുന്നത്, സപ്ലയർ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ. അപ്പോൾ ക്രെഡിറ്റർ 1 month തന്നെയാണ് കാലാവധി പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്ത് എഴുതണം? 1,44,000 ഇൻറ്റു 45 ഇൻറ്റു 1/12. അപ്പോൾ എത്ര കിട്ടി? 5,40,000. അപ്പോൾ നമ്മളത് ഇങ്ങോട്ട് എടുത്ത് എഴുതി. ദെൻ അടുത്തത് എന്താണ്? ലാഗ് ഇൻ വേജസ് ലാഗ് ചെയ്ത് എത്രയാണ്? 8,00,000. എത്ര മാസമാണ് വേജസ് ലാഗ് ചെയ്തത്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1.5 വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേജസ് ലാഗ് ചെയ്യണതും ഓവർഹെഡ് ലാഗ് ചെയ്യണതും 1.5 വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത് മന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട് ഞാൻ 1.5 വീക്ക് തന്നെയാണ് ഇവിടെ എടുത്തേക്കുന്നത്. 1,44,000 ഇൻറ്റു വേജസ് എന്ന് പറയുമ്പോൾ എന്താണ്? ലേബർ ഇൻറ്റു 20 ഇൻറ്റു 1.5/52. അപ്പോൾ നമുക്ക് 83,076 കിട്ടി. ഇനി ലാഗ് ഇൻ ഓവർഹെഡ് എന്തായിരുന്നു? 1,44,000 ഇൻറ്റു 40 ഇൻറ്റു, കാരണം ഓവർഹെഡിൻ്റെ റേറ്റ് 40 ഇൻറ്റു അതും മന്തല്ല വീക്ക് തന്നേക്കണത് 1.5 വീക്ക്. അപ്പോൾ 1.5/52. അപ്പോൾ അതിൻ്റെ എമൗണ്ടും കിട്ടി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നമ്മൾ ഇവിടെ എഴുതി. എന്നിട്ട് ഇത് രണ്ടും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ കറണ്ട് ലയബിലിറ്റി കിട്ടി. ഇനി എന്ത് ചെയ്യണം? കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കണം. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ചപ്പോൾ നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 45,84,770 കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഞാനിവിടെ ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് വായിക്കുക, ഒന്ന് എഴുതിയെടുത്തിട്ട് വീഡിയോ വെച്ചിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. എക്സാമിനായാലും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. മന്തുള്ളത് മന്തായിട്ടും വീക്കുള്ളത് വീക്കായിട്ടും തന്നെ ചെയ്യുക. ശ്രദ്ധിച്ച് ചെയ്യുക ക്വസ്റ്റ്യൻസ്. അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. ഓവറോൾ ഒന്ന് പറയാൻ ഞാൻ ആദ്യം കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റിൽ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എഴുതും. അതിനുശേഷം വർക്കിംഗ് പ്രോഗ്രസ് എഴുതും. വർക്കിംഗ് പ്രോഗ്രസ്സിൽ 3 വരും. കാരണം വർക്ക് ചെയ്യണമെങ്കിൽ റോ മെറ്റീരിയൽ വേണം, ലേബർ വേണം, പിന്നെ മറ്റ് ചിലവുകൾ വരും. അപ്പോൾ വർക്കിംഗ് പ്രോഗ്രസ്സിൽ അതുകൊണ്ട് റോ മെറ്റീരിയൽ ഉണ്ടാവും, വേജസ് ഉണ്ടാകും, അതുപോലെ അതായത് ലേബർ ഉണ്ടാവും, അതുപോലെ തന്നെ ഓവർഹെഡ് ഉണ്ടാവും. ഫിനിഷ്ഡ് ഗുഡ്സിലും അത് 3 വരും. അപ്പോൾ അത് വ്യക്തമായിട്ട് അത് 3 വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ വേണം ഓരോന്നിൻ്റെയും ടോട്ടലായിട്ട് എടുത്ത് എഴുതാനായിട്ട്. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചൊക്കെ ആൻസർ ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ കൂടി ഈ സെയിം മോഡൽ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ 2 ക്വസ്റ്റ്യൻസും കമ്പയർ ചെയ്ത് പഠിച്ച് നന്നായി പരീക്ഷ എഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.